ചേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട് അതിനകത്ത്, മറ്റേ നമ്മുടെ റഫീഖയുടെ വരികൾ ആനന്ദിൻ്റെ മ്യൂസിക്കിൽ, ഇന്ന് ഞാൻ പോകും പ്രിയങ്കരമാകും ഈ മൺമതിൽ കെട്ടിൽ മറുപുറം കാണുവാൻ. അത് ആളുകൾക്ക് സിനിമയിൽ ഇപ്പം ജൂക്ക് ബോക്സ് ഇപ്പോൾ പുറത്തിറങ്ങി, ആളുകൾക്ക് അത് അറിയില്ല എന്താണ് അതിൻ്റെ ഒരു വിഷ്വൽ. അത് സിനിമയിൽ വരേണ്ട ഒരു മലയാളത്തിൽ തന്നെ ഒരു ഫസ്റ്റ് കാറ്റഗറി ഫസ്റ്റ് ടൈം ആയിരിക്കും അങ്ങനെ ഒരു സോങ്, ഡെത്ത് സോങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് അങ്ങനെ ഒരു കോമ്പോസിഷൻ ഫസ്റ്റ് ടൈം ആയിരിക്കും. ഇവൻ അതൊരു സോങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു ഒരു കവിത എന്നും പറയാൻ പറ്റില്ല. അതൊരു റിതമിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു റിതമുള്ളൊരു സോങ്ങാണ്. അത് ഡെത്ത് വാട്ട് എവർ ഈസ് ഡെത്ത് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സോങ്ങാണ്. അതിന് ഒരു മ്യൂസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡെത്ത്, ഡൈയിങ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതിലും ഒരു ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പാട്ടുകാരൻ എന്നുള്ള നിലയിലല്ല, പാടുന്നവൻ എന്നുള്ള നിലയിൽ ആ സോങ്ങിനെ സമീപിക്കുമ്പോൾ അതിലൊരു പെർഫോമിങ് ഡിമാൻഡ് ചെയ്യുന്നൊരു സോങ്ങാണ് ആസ് എ സിംഗർ. അപ്പോൾ ആനന്ദിൻ്റെ വേറെ കാര്യം ഞാൻ എടുത്തു പറയേണ്ടത്, ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ, ഒരു ശ്രോതാവ് എന്നുള്ള നിലയിൽ ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ആൽബമാണ് അത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വെറൈറ്റി ഓഫ് സോങ്സ്, ഡിഫറെൻറ്റ് ഹ്യൂമൻ ഇമോഷൻസിന് ഒരു ആൽബത്തിൽ ഇത്രത്തോളം എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുള്ളൊരു ആൽബം അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. ഓരോ പാട്ടും ഒന്നിനൊന്ന് വിഭിന്നവും. പൊടിമീശപ്പം നല്ല അഭിപ്രായമുണ്ട്, പൊടിമീശപ്പം നല്ല അഭിപ്രായത്തിൽ പോകുന്നുണ്ട്. ഗുണം എന്നാ വെച്ചാൽ സാധാരണക്കാർക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. അതിൻ്റെ മ്യൂസിക് വൈസും ഇതിലും എല്ലാം പാടാൻ പറ്റുന്ന ഒരു അല്ല. മാത്രമല്ല ഒരു സിനിമയ്ക്ക് എത്രത്തോളം ഒരു ഗാനങ്ങളെ സിനിമയുടെ ആത്മാവിനോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് ആണ് ചോദ്യം. എല്ലാ ഗാനങ്ങളും അങ്ങനെ നിൽക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പം അതിലൊരു പാട്ട് പാടാൻ സാധിച്ചു എന്നുള്ളതും എനിക്ക് വളരെ ചേട്ടനെ പാട്ട് പാടിയത് ഭയങ്കര ആപ്റ്റാണ്. കാരണം നമുക്ക് കഥയിൽ ആ സോങ് ചേട്ടൻ തന്നെ പാടേണ്ടതാണ്. അതത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നത്. ഏതായാലും ഈ ജൂലൈയിൽ വരികയാണ്, തിയേറ്ററിൽ വരുന്നു. ഈ പെരുമഴയത്ത് ഒരു കടുപ്പമുള്ളൊരു ചായ പോലെ പുഞ്ചിരി നൽകുന്ന ഒരു ചൂടുള്ള ഒരു ക്രിസ്ത്യാനി ചായ കിഴക്കൻ മലകളിൽ പ്രേക്ഷകരെ തേടിയെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരത് ആസ്വദിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ടു us. ഓക്കെ. അറിയാതെ കഥ നാട്ടിലാരുമേ അറിയാതെ, കാറ്റുപോലും അറിയാതെ, അവൾ പോലും അറിയാതെ, മണിമാളികയോടിക്കേറിയതെന്ത് കൊതിച്ചാണ്. അവളെ കാണണമൊരു കുറി കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ്. അവളാരുടെ പെണ്ണാണ്? ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിൽ ബാൻഡ്